ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രം തുറന്നു നോക്കുമ്പോൾ ഓരോ തലമുറയിലും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു സൂപ്പർ താരം അവർക്കുണ്ടായിരുന്നു. പെലെ, സീക്കോ, റൊമാരിയോ, റൊണാൾഡോ നെസാരിയോ, റൊണാൾഡിനോ, കക്ക. ആ നിരയിലെ അടുത്ത പേര് നെയ്മർ ജൂനിയറിൻ്റെതായിരുന്നു. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നെയ്മർ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭ മാത്രമല്ലായിരുന്നു, വീഴ്ചകളിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു. ഫുട്ബോൾ ലോകം അദ്ദേഹത്തെ പലതവണ അവസാനിച്ചുവെന്ന് വിധി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും അദ്ദേഹം തിരിച്ചു വന്നത് കൂടുതൽ ശക്തനായിട്ടാണ്. അതുകൊണ്ട് തന്നെ 2026 ലോകകപ്പിലേക്ക് നെയ്മർ എത്തുന്നത് ഒരു സാധാരണ താരത്തിന്റെ യാത്രയായല്ല, മറിച്ച് ഒരു പോരാളിയുടെ അവസാന മഹായുദ്ധമായാണ്. 2010 ഓഗസ്റ്റിൽ അമേരിക്കക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിലാണ് വെറും 18-കാരനായ നെയ്മർ ബ്രസീൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചത്. ആ മത്സരത്തിൽ തന്നെ ഗോൾ നേടി അദ്ദേഹം ലോകത്തിനു മുന്നിൽ തന്റെ വരവറിയിക്കുകയും ചെയ്തു. സാന്റോസിനായി വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനിൽ ബ്രസീൽ ആരാധകർ അടുത്ത പെലെയെ കണ്ടു. ഓരോ മത്സരം കഴിയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർന്നു വന്നു. അസാധാരണമായ ഡ്രിബ്ലിംഗ്, അതിവേഗ മുന്നേറ്റങ്ങൾ, എതിരാളികളെ പരിഹസിക്കുന്ന ഫ്ലയർ, പന്തുമായി നൃത്തം ചെയ്യുന്ന ബ്രസീലിയൻ ശൈലി, എല്ലാം ചേർന്ന് നെയ്മർ വളരെ വേഗം തന്നെ ദേശീയ ടീമിന്റെ മുഖമായി മാറി. 2013 കോൺഫെഡറേഷൻ കപ്പായിരുന്നു ലോക ഫുട്ബോളിനെ നെയ്മർ എന്ന പ്രതിഭയുടെ ആഴം കാണിച്ചു കൊടുത്ത ആദ്യത്തെ വേദി. സ്പെയിൻ, ഇറ്റലി, ഉറുഗ്വ തുടങ്ങിയ വമ്പൻ ടീമുകൾക്കെതിരെ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച നെയ്മർ ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിച്ചു. ലോകകപ്പ് ഒരു വർഷം മാത്രം മകളയായിരുന്നപ്പോൾ മുഴുവൻ ബ്രസീൽ ആരാധകരും വിശ്വസിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു: സ്വന്തം നാട്ടിൽ നടക്കുന്ന 2014 ലോകകപ്പ് നെയ്മർ ബ്രസീലിനായി സമ്മാനിക്കുമെന്നത്. എന്നാൽ 2014 ലോകകപ്പ് ആരംഭിച്ചപ്പോൾ ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്തായി. ക്രൊയേഷ്യക്കെതിരെ 2 ഗോളുകളും കാമറൂണിനെതിരെ മറ്റൊരു ഇരട്ട ഗോളും നേടി നെയ്മർ ബ്രസീലിനെ മുന്നോട്ട് നയിച്ചു. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കെതിരായ മത്സരത്തിനിടയിൽ വന്ന ആ ഒരു നിമിഷം ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ജുവാൻ സുനിഗയുടെ മുട്ട് പുറകിലിടിച്ചതിനെ തുടർന്ന് നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് നെയ്മർ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായി. ലോകകപ്പ് നഷ്ടമായ വേദന മാത്രമല്ല, ഏതാനും സെന്റിമീറ്റർ വ്യത്യാസമുണ്ടായിരുന്നതിനാൽ തന്നെ ജീവിതകാലം മുഴുവൻ നടക്കാൻ പോലും കഴിയില്ലായിരുന്നുവെന്നാണ് പിന്നീട് പുറത്തുവന്ന സത്യം. സെമി ഫൈനലിൽ നെയ്മർ ഇല്ലാതെ ഇറങ്ങിയ ബ്രസീൽ ജർമ്മനിയോട് 7-1 തകർന്നു വീണപ്പോൾ രാജ്യത്തിന്റെ തകർന്ന സ്വപ്നങ്ങളുടെ പ്രതീകമായി നെയ്മർ മാറുകയായിരുന്നു. എന്നാൽ ആ വീഴ്ചയിൽ അദ്ദേഹം അവസാനിച്ചില്ലായിരുന്നു. ബാർസലോണയിൽ ലയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനുമൊപ്പം ചേർന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ആക്രമണ നിരയായ MSN സൃഷ്ടിച്ച നെയ്മർ 2015 ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ ട്രെബിൾ കിരീടം നേടി. 2016 റിയോ ഒളിമ്പിക്സിൽ ബ്രസീലിന് ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ സമ്മാനിച്ച് രാജ്യത്തിന്റെ നിരാശക്ക് അദ്ദേഹം ആശ്വാസമായി. ബ്രസീലിൽ ജർമ്മനിയെ തോൽപ്പിച്ചപ്പോൾ പെനാൽറ്റി വിജയ ഗോൾ നേടിയ നെയ്മറുടെ കണ്ണീർ ആ രാജ്യത്തിന്റെ കണ്ണീരായിരുന്നു. 2018 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രതീക്ഷകളുടെ കേന്ദ്രം നെയ്മറായിരുന്നു. എന്നാൽ ടൂർണമെന്റിന് മുമ്പേ വന്ന പരിക്കുകൾ അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പുകളെ സാരമായി ബാധിച്ചു. ലോകകപ്പിൽ ചില മിന്നുന്ന പ്രകടനങ്ങൾ നടത്തിയെങ്കിലും ബെൽജിയത്തിനെതിരായ ക്വാർട്ടർ ഫൈനൽ തോൽവിയോടെ ബ്രസീലിന്റെ യാത്ര അവിടം അവസാനിച്ചു. വീണ്ടും നിരാശ മാത്രമായിരുന്നു, വിമർശനങ്ങൾ മാത്രമായിരുന്നു, വീണ്ടും ലോകകപ്പ് സ്വപ്നങ്ങൾ തകർന്ന അവസ്ഥയായിരുന്നു. അതിന് പിന്നാലെയാണ് ലോക ഫുട്ബോളിനെ ഞെട്ടിച്ച ആ തീരുമാനം വന്നത്. ബാർസലോണ വിട്ട് PSG ലോക റെക്കോർഡ് തുകക്ക് നെയ്മർ ചേക്കേറുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറിലൂടെ ഫ്രാൻസിലെത്തിയ നെയ്മർ അവിടെ നിരവധി ആഭ്യന്തര കിരീടങ്ങൾ നേടിയെങ്കിലും പരിക്കുകൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. പലപ്പോഴും സീസണിലെ നിർണായക മത്സരങ്ങൾ അയാൾക്ക് നഷ്ടമായി. വിമർശകർ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ചിലർ അദ്ദേഹത്തിന്റെ കരിയർ വഴിതെറ്റിയെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹം വീണ്ടും പോരാടി. 2022 ലോകകപ്പിന് മുമ്പ് നെയ്മർ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമുകളിൽ ഒന്നിലായിരുന്നു. ഖത്തറിലെത്തിയ ബ്രസീൽ ടീം കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു. സെർബിയക്കെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കേറ്റ നെയ്മർ വീണ്ടും ലോകകപ്പിൽ വേദനയുടെ മുഖമായി മാറി. എന്നാൽ തിരിച്ചെത്തി ദക്ഷിണ കൊറിയക്കെതിരെ തിളങ്ങിയെങ്കിലും ക്രൊയേഷ്യക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ വീണ്ടും പുറത്തായി. അധിക സമയത്ത് നെയ്മർ നേടിയ അതിമനോഹരമായ ഗോൾ പോലും ടീമിനെ രക്ഷിച്ചില്ലായിരുന്നു.
മത്സരശേഷം കരഞ്ഞുകൊണ്ട് മൈതാനം വിടുന്ന നെയ്മറിന്റെ ദൃശ്യങ്ങൾ ലോക ഫുട്ബോളിന്റെ ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അതേസമയം മറ്റൊരു ചരിത്രവും അദ്ദേഹം എഴുതുകയായിരുന്നു. വർഷങ്ങളായി പെലെയുടെ പേരിലുണ്ടായിരുന്ന ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ റെക്കോർഡ് നെയ്മർ മറികടന്നു. 79-ാം ഗോൾ നേടിയതോടെ അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറി. നിരവധി തലമുറകൾ ആരാധിച്ച പെലെയുടെ റെക്കോർഡ് മറികടക്കുക എന്നത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം തെളിയിക്കുന്ന നേട്ടമായിരുന്നു. എന്നാൽ വിധി വീണ്ടും അദ്ദേഹത്തെ പരീക്ഷിച്ചു. 2023-ൽ ദേശീയ ടീമിനായി കളിക്കുന്നതിനിടെ സംഭവിച്ച ACL പരിക്ക് കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി മാറി. അതിനാൽ തന്നെ ചിലർ 2026 ലോകകപ്പ് അദ്ദേഹത്തിന് ഒരു സ്വപ്നം മാത്രമാണെന്ന് പോലും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയാണ് നെയ്മർ എന്ന പോരാളിയുടെ കഥ വീണ്ടും തുടങ്ങുന്നത്. ലോകം അവസാനിച്ചു എന്ന് കരുതിയ സമയത്ത് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ച സാന്റോസിലേക്ക് മടങ്ങി. പ്രശസ്തിക്കോ പണത്തിനോ വേണ്ടിയല്ല, ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ആ മടക്കം. സ്വന്തം ക്ലബിനെ സഹായിക്കുകയും വീണ്ടും തന്റെ റിതം കണ്ടെത്തുകയും ചെയ്ത നെയ്മർ ക്രമേണ പഴയ മാജിക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഓരോ മത്സരവും അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും വീണ്ടും ലോകകപ്പിനായി തയ്യാറെടുക്കുന്നതിന്റെ തെളിവായിരുന്നു. ഇതിനിടെയാണ് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ പരിശീലകനായി എത്തുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായ അഞ്ചലോട്ടി അനുഭവത്തിന്റെ വില മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം നെയ്മറെ വീണ്ടും ദേശീയ ടീമിലേക്ക് വിളിച്ചു. അത് വെറുമൊരു സെലക്ഷൻ മാത്രമായിരുന്നില്ല, ഒരു ഇതിഹാസത്തോടുള്ള വിശ്വാസ പ്രകടനമായിരുന്നു. ഇപ്പോൾ 2026 ലോകകപ്പ് എത്തുമ്പോൾ നെയ്മറിന് 34 വയസ്സാണ്. യുവതാരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, എൻട്രിക്, റയാൻ എന്നിവർ ടീമിലുണ്ടെങ്കിലും ബ്രസീൽ ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു സ്വപ്നമുണ്ട്. മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ലോകകപ്പ് ട്രോഫി ഉയർത്തുന്ന നെയ്മറെ ഒരിക്കൽ കാണാമെന്ന ആ സ്വപ്നം. 2014-ൽ പരിക്ക് പറ്റി അദ്ദേഹം പുറത്താകുന്നു. 2018-ൽ നിരാശ അദ്ദേഹത്തെ തളർത്തുകയായിരുന്നു. 2022-ൽ വിധി വീണ്ടും ക്രൂരമായി പെരുമാറി. എന്നാൽ 2026-ൽ ആ കഥ വ്യത്യസ്തമായിരിക്കുമോ? 2026 ജൂലൈ 19-ന് ന്യൂജേഴ്സിയിലെ ഫൈനലിൽ ലോകകപ്പ് ട്രോഫി ഉയർത്തി നിൽക്കുന്ന നെയ്മറിന്റെ ചിത്രം ഇന്ന് കോടിക്കണക്കിന് ബ്രസീൽ ആരാധകരുടെ മനസ്സിലുണ്ട്. അത് സംഭവിച്ചാൽ അത് വെറുമൊരു ലോകകപ്പ് വിജയം മാത്രമായിരിക്കില്ല. പരിക്കുകളോടും വിമർശനങ്ങളോടും നിരാശകളോടും വർഷങ്ങളോളം പോരാടി ജീവിച്ച ഒരു പോരാളിയുടെ വിജയമായിരിക്കും. വീഴ്ചകളിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ നെയ്മർ ജൂനിയർ ലോക കിരീടത്തോടെ തന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാവ്യനീതികളിലൊന്നായി മാറുമെന്ന് ഉറപ്പാണ്.